ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഡ്രൈവിങ്ങിലാണ് കേട്ടോ. അതായത് ഞങ്ങൾ കോട്ടയത്തിന് പോവുകയാണ്. കോട്ടയത്ത് പുതിയതായിട്ട് ലുലു മോള് വന്നു, എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ എറണാകുളത്തെ ലുലു മോളും കോട്ടയത്തെ ലുലു മോളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പകുതി വഴി എത്തി. അങ്ങനെ ഞാൻ ചേട്ടായി ഉണ്ട്, പിന്നെ അമ്മ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ലുലുമോൾ കണ്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്ന് കയറിയിപ്പോട്ട് കൊണ്ടുപോയേക്കാൻ. പാവം ഓരോ ആഗ്രഹങ്ങളല്ലേ, പിള്ളേരുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അച്ചാച്ചൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലുലുമോൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഒരു വഴിക്ക് പോവുകയാണല്ലോ, അപ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോയേക്കാന്ന്. അപ്പോൾ നമുക്ക് കോട്ടയത്തെ ലുലുമോൾ കണ്ടിട്ടില്ലാത്തവരെ ഞാനിന്ന് ലുലുമോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ലുലുമോളിൽ ചെന്ന് കാണാം. അങ്ങനെ ഞങ്ങളിതേ ലുലു മാളിലെത്തി കേട്ടോ. ഞങ്ങൾ ശരിക്കും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തൊന്നും അല്ല. ആക്ച്വലി ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബോറടിക്കുമല്ലോ വൈകുന്നേരം. ഞാൻ പിന്നെ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ചേട്ടായിക്ക് ബോറടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എവിടെയെങ്കിലും പോവാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഓർത്തു. അപ്പോൾ ലുലുമാളിൽ നിന്ന് ഇങ്ങനെ കോട്ടയത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ലുലുമാളിൽ പോകാനുള്ള തീരുമാനത്തിലെത്തിയത്. ഞങ്ങളെന്തായാലും പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മയോട് വെറുതെ അമ്മയും ചാച്ചനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, അമ്മ പോരാന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചനെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയതാണ്. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നില്ല, നിങ്ങൾ പോയിട്ട് പോരേന്ന് പറഞ്ഞു. അച്ചാച്ചൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല. അമ്മ ഉള്ളി വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ലുലു മോളിൽ പോകുന്നത്. അപ്പം പേട്ടയിൽ ലുലു മോളിൽ ആകെ എന്താ പേട്ടയിൽ ലുലു മോളും പോട്ടെ, പേട്ടയിൽ പച്ചക്കറി കടയിൽ 20 രൂപ എങ്ങാണ്ട് ഉള്ളിക്കുള്ളൂ. അപ്പം ഇവിടത്തെ വെച്ചിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്താവും എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ വീടിൻ്റെ അടുത്തൊന്നും സ്ഥലമില്ല. എന്നിട്ട് ഉള്ളി വാങ്ങാൻ വേണ്ടി ലുലു മാളിൽ പോകുന്ന എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് സഹായത്തിന് അമ്മയുടെ മോനും ഉണ്ട്, കൊച്ചുമോനും ഉണ്ട് കൂടെ. അപ്പോൾ ഇവർ ഇനി വില ചോദിക്കാൻ പോകുന്ന പോക്കാണിത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മ വൻ കോമഡിയാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. പിന്നെ അവിടെ ചെന്ന് ആരോടൊക്കെ ഇനി വില പറഞ്ഞ് എന്തൊക്കെയോ തല്ലുകൂടുമെന്ന് അറിയത്തില്ല. ഈ ടിപ്പിക്കൽ അമ്മമാരുണ്ടല്ലോ, ഇങ്ങനെ എന്നാ സാധനത്തിനും കാണുമ്പോഴേ വില ചോദിച്ചിട്ട് അയ്യോ ഇതന്നെ ഇവിടെ ഇത്രയും വില എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇതേ ലുലു മോളിൻ്റെ അകമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. സത്യത്തിൽ എനിക്ക് ലുലു മോൾ നമ്മൾ തൃശ്ശൂർ വൈമാൾ ഒക്കെ കാണുന്ന അതുപോലെ ചെറിയ മാളാണ് കേട്ടോ. എനിക്കൊന്ന് 2 ഫ്ലോർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പിന്നെ സെക്കൻഡ് ഫ്ലോർ ഉണ്ടോ ഞാനിപ്പോൾ അങ്ങനെ ഓർക്കുന്നില്ല. ഇത് കുറച്ച് ദിവസമായി ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടാഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഇത് ഒരു 3 ആഴ്ചയോളം ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയ സമയത്തുള്ള വീഡിയോസാണ് ഇതൊക്കെ. ഞാനിപ്പോൾ ആക്ച്വലി തൃശ്ശൂരെത്തി, പക്ഷേ ഇതുവരെ വീഡിയോസ് വീട്ടിൽ പൂഞ്ഞാറ് പോയതിൻ്റെ വീഡിയോസൊന്നും ഇതുവരെ വന്നു തീർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അമ്മ വില നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും അമ്മ എന്തൊക്കെയോ പറഞ്ഞ് വില നോക്കി അകത്തൂടെ എല്ലാം കയറി നടപ്പുണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ. അങ്ങനെ അമ്മ ലാസ്റ്റ് പച്ചക്കറിയുടെ സെക്ഷൻ തപ്പി നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടാണ് അമ്മ ഇവിടുന്ന് ഒന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ കയറിയേക്കുന്നത്, അത് വേറെ. അപ്പോൾ ഇതേ അമ്മ എന്തിൻ്റെയൊക്കെയോ വില നോക്കി നടക്കുക. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കോമഡികളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിലയൊക്കെ നോക്കി പെറുക്കിയൊക്കെ പൊക്കോളൂ. അപ്പോൾ നമുക്ക് പുറകെ പോകാനും ഭയങ്കര രസമാണ്. അവസാനം അമ്മ ഉള്ളിയുടെ സെക്ഷൻ കണ്ടെത്തി. അപ്പം അമ്മ ഇങ്ങനെ ഓരോന്ന് എടുത്തും പെറുക്കിയൊക്കെ പോകുന്നുണ്ട്. ചേട്ടായി ഇവരെ ഞാൻ കൊണ്ടുവന്ന ആളെ അല്ല എന്നുള്ള രീതിയിലാട്ടോ ചേട്ടായി അവനെയും കൊണ്ട് വണ്ടി തള്ളി പോകും. സെക്ഷൻ കണ്ടെത്തി. ഓ അങ്ങനെയൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിച്ച് എന്തെങ്കിലും അവിടെ എന്തോ ഗ്രാമിനായിരുന്നു കേട്ടോ ആ വില. അപ്പോൾ അത് കണ്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ അതേ അവിടെ നിന്ന് വിലയൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ ടെൻഷനാവും ആൾ. പിന്നെ നല്ല സബോളയാണ്, കണ്ടാൽ നല്ല വൃത്തിയുണ്ടെന്നൊക്കെ പറഞ്ഞ് മേടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നും ചില സമയത്ത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ഒരു ബിന്ദു പണിക്കരുടെ സ്വഭാവമാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക്. അമ്മ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് എന്നെ കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉടനെയൊന്നും ഞാൻ വീട്ടിൽ പോകുന്നില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം അമ്മേനെ വഴക്ക് പറയണമെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ അമ്മ അതൊക്കെ ഉള്ളിയൊക്കെ വാരിപ്പെറുക്കിയിട്ടു. അങ്ങനെ ഉള്ളിയുടെ സെക്ഷനിൽ നിന്ന് പിന്നെ വണ്ടിയൊക്കെ ഉരുട്ടി സുട്ടുവും അപ്പയും കൂടെ ഇങ്ങനെ നടപ്പുണ്ട്. പിന്നെ അമ്മ വന്നത് വെജിറ്റബിൾസിൻ്റെ സെക്ഷൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ, എൻ്റെ സ്വന്തം അമ്മ ആയതുകൊണ്ട് പറയുകയല്ല, എനിക്ക് CID മൂസയിലെ ബിന്ദു പണിക്കരെയാണ് ഓർമ്മ വന്നത്. അതായത് അമ്മ ഈ പുറം രാജ്യത്തൊക്കെ ജീവിച്ചിട്ട് അവിടെയുള്ള കുറേ പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടത്തില്ല എന്നും പറഞ്ഞ് സാലഡിൻ്റെ സാധനങ്ങളൊക്കെ കണ്ട് അതിനകത്ത് അങ്ങ് വീണു. ഇനിയിപ്പോൾ ഏതെടുക്കണം, അയ്യോ ഇത് തന്നെ അതെന്നാന്നുള്ള ആ
സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഏതാണ്ടൊക്കെയോ എടുത്ത് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഈ ഇല അങ്ങനെ ചെയ്താൽ മതി, ഈ ഇല ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നുള്ള പച്ചക്കറിയുടെ ഇല എല്ലാം വാരി പെറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വില നോക്കുവോ പേര് വായിക്കുവോ അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് വരെ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് പുറകിൽ നിൽക്കുന്ന ചേട്ടൻ വരെ പകച്ചു പോയി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ എല്ലാം വിശദീകരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ മുഴുവനോടെ വാട്ടണം വെള്ളത്തിൽ വാട്ടി വെച്ചിട്ട് എണ്ണയ്ക്കകത്ത് ചെറുതായിട്ട് അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സാധനമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പച്ചക്കറി എടുത്തിങ്ങനെ എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ ഞാൻ എന്തോ അബദ്ധത്തിൽ ഞാൻ ചോദിച്ചു പോയി അത് ഏത് പച്ചക്കറിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കുറച്ച് നേരം എടുത്തു. ഇതൊക്കെ കേട്ട് ബോറടിച്ചിരിക്കുക. നമ്മളെ പോലെയുള്ള മടിയന്മാർക്ക് വേണ്ടി അവിയലിനുള്ള മിക്സ്, തോരനുള്ള മിക്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ, അതായത് ഞാനടക്കം ഷോപ്പിങ്ങിന് പോയിട്ട് ഒന്നും വാങ്ങിക്കത്തില്ല കേട്ടോ, ഒന്നും വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് കുറേ സാധനം എന്തൊക്കെയോ വാങ്ങി. അപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നാണ് ചേട്ടായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എന്നെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്തായാലും അവൻ ലുലു മോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ ആ വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തിയതുകൊണ്ട് അവനങ്ങ് സന്തോഷമായി. അവൻ ആ എല്ലായിടത്തൂടെ വണ്ടിക്ക് പോവുകയാണല്ലോ, അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. എന്നിട്ട് അവിടെ ഇതേ സെക്യൂരിറ്റിക്കാരനെ വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ ഇവനിങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അതുകൊണ്ട് അവന് വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ എല്ലാവരുടെയും കൂടെ കമ്പനിയായിട്ടൊക്കെ നിന്നു. അങ്ങനെ നമ്മുടെ ലുലു ഡേ കഴിഞ്ഞു കേട്ടോ. ഒന്നും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തൊക്കെയോ പെറുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോകാമെന്നാണ് പ്ലാൻ. ഇടയ്ക്കല്ലോ ഫുഡ് കഴിക്കാൻ കയറിയാലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല ലുലു, പക്ഷെ എറണാകുളത്തിൻ്റെ ഒരു അറ്റത്ത് പോലും ഇല്ല. അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ 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 ബൈ. അപ്പൊ ഞങ്ങളുടെ ലുലു വിശേഷങ്ങളൊക്കെ തീരുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ചേട്ടായിക്ക് എന്നാ തോന്നുന്നു? ഓഹോ വേണ്ട, എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ചുട്ടു മാത്രം. അതെ, അവൻ മാത്രമാണ് ചിത്രത്തിൽ ലുലുവിൽ വന്ന് എക്സ്പ്ലോർ ചെയ്തത്. പോകുന്നവരെ വരുന്നവരെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു വണ്ടിയെ കയറി. അപ്പൊ അങ്ങനെ ലുലുവിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.